പച്ചക്കലയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ ഉദ്യാന കലയിലെ ഒരു പുതിയ കലാരൂപമായ പെഞ്ചിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. പെഞ്ചിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ഈ പാറക്കെട്ടും അതിനോടനുബന്ധിച്ച ലാൻഡ്സ്കേപ്പും ചേർന്ന ഈ രൂപത്തിനെയാണ് നമ്മൾ പെഞ്ചിങ് എന്ന് പറയുന്നത്. പെഞ്ചിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. പെഞ്ചിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത്, സാമഗ്രികൾ വേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് നമുക്ക് റോക്ക് ഉണ്ടാക്കാൻ കുറച്ച് തെർമോക്കോളാണ് വേണ്ടത്. തെർമോക്കോള്, പിന്നെ നമുക്ക് കുറച്ച് സിമൻറ്റ് വേണം. അത് കഴിഞ്ഞ് നമുക്ക് ആ തെർമോക്കോൾ മുറിക്കാനൊക്കെയുള്ള അത്യാവശ്യ ചെറിയ നൈഫ് അല്ലെങ്കിൽ ബ്ലേഡ്, അത് നമുക്ക് ചൂടാക്കാനായിട്ട് നമുക്ക് ഒരു ലൈറ്റർ അല്ലെങ്കിൽ ബ്ലോവർ അങ്ങനെ എന്തെങ്കിലും, നമുക്കൊരു ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ഈ പാറക്കൂട്ടം ആണ് പെഞ്ചിങ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പാറക്കൂട്ടം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ ട്രേക്കകത്താണ്. ഇത് സാധാരണ സിമെൻറ്റിൻ്റെ ഒരു ട്രേ ആണ്. ഇത് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ബോൺസായിയുടെ ട്രേ വാങ്ങാൻ കിട്ടും. അങ്ങനെയുള്ള ട്രേ ആയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് സിമെൻറ്റും മണലും ചേർത്ത് ഇതുപോലെ പരത്തിയെടുത്ത് സെറ്റാക്കിയെടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രേ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് പാറക്കെട്ട് അത് രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾ തെർമോക്കോളിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ തെർമോക്കോളാണിത്. നമുക്ക് ഫ്രിഡ്ജിൻ്റെയും ടി വിയുടെയൊക്കെ പാക്കിങ്ങായി വരുന്ന പീസുകളാണിത്. ഏത് ഷേപ്പിലുള്ള പീസുകളും എടുത്ത് നമുക്ക് റോക്ക് ഉണ്ടാക്കാം. റോക്ക് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് ചൂടാക്കി കുറച്ചും കൂടെ നമുക്ക് ഷേപ്പ് വരുത്തണം. ഇങ്ങനെയാണ് നമ്മൾ റോക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതൊരു റോക്കായി കഴിഞ്ഞു. ഇതിൻ്റെ ഷേപ്പൊക്കെ നല്ല ഷേപ്പായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഇനിയും അനേകം പീസുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് ഇതിനോട് ചേർത്ത് വെച്ച് നല്ലൊരു പാറക്കൂട്ടത്തിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പെയിൻറ്റ് അക്രിലിക് പെയിൻ്റാണ്. അതുകൊണ്ട് നനഞ്ഞാലും പെയിൻറ്റ് ഇളകി പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പാറകൾ നമ്മൾ ഈ ട്രാക്കകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു, കളർ കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് മണ്ണിട്ട് ഉറപ്പിക്കണം. മണൽ, ചെറിയ കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതം തന്നെ ഇടേണ്ടത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ പുല്ലൊക്കെ പിടിപ്പിക്കുക, അത് കുറേ നാളത്തേക്ക് നിൽക്കും. അതിനുവേണ്ടി നമ്മൾ അതുപോലെ
മണ്ണും മണലും കമ്പോസ്റ്റും ഒക്കെ ചേർന്ന മിശ്രിതം നമ്മളിതിൻ്റെ അടിയിൽ നിരത്താണ്. കൂട്ടുകാരെല്ലാവരും കണ്ടല്ലോ, ഇതാണ് നമ്മൾ പറഞ്ഞ പെഞ്ചിങ് എന്ന് പറയുന്ന കല. നമ്മുടെ നാട്ടിലാർക്കും ഇത് പരിചയമില്ല. ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുണ്ട്, എൻ്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്താൽ മതി. ഇതുപോലെ പെഞ്ചിങ് നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മെറ്റീരിയൽസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആവശ്യക്കാർക്ക് നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിർമ്മിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് മനോഹരമായിട്ടുള്ള ഒരു പെഞ്ചിങ് ഉണ്ടാക്കാൻ കഴിയും. ഇത് ഞാൻ വെച്ച അതേ ചെടികളൊന്നും വേണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ സമൃദ്ധിയായി കിട്ടുന്ന ചെടികൾ ഉപയോഗിച്ച് ഇതിനേക്കാൾ മനോഹരമായി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ നനച്ചു കൊടുക്കാൻ സ്പ്രേയർ ഉപയോഗിച്ചാൽ മതി. ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താൽ നമുക്കിത് ഇൻറ്റീരിയറിലോ എക്സ്റ്റീരിയറിലോ എവിടെ വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. കുറേ കാലം കേടുകൂടാതിരിക്കും. നമ്മൾ നനയ്ക്കണം, മണ്ണിലെ ഈർപ്പം നിലനിർത്തണം. ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് നമ്മൾ പോട്ടിംഗ് മിശ്രിതമായതുകൊണ്ട് അതിനകത്തുള്ള വളമൊക്കെ ഇതിന്, ആ ഫെർട്ടിലൈസറൊക്കെ ഇതിന് കൃത്യമായിട്ട് പാകമാണ്. ഇതൊക്കെ ഇങ്ങനെ കുറേ കാലം നിന്നോളും. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ബൈ.